MS ടേസ്റ്റ് ടിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ മന്തിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പെരി പെരി ചിക്കൻ മന്തിയാണിത്. ആദ്യം നമുക്ക് കുറച്ച് മസാല വറുത്തെടുക്കാം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 3 വറ്റൽമുളക്, 6 കാശ്മീരി മുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 ചെറിയ പീസ് പട്ട, 1 ബേ ലീഫ്, ഇത്രയും ഇട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വറുക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ 1.25 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള 4 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് അടിച്ച് പരത്തിയെടുത്തതാണ്. മസാലയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. 10 ചെറിയ അല്ലി വെളുത്തുള്ളി, 1 തക്കാളിയുടെ പകുതി, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, 1 സവാളയുടെ പകുതി, 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും 1/4 കപ്പ് തൈരും 1/4 കപ്പ് ഓയിലും 1 ചിക്കൻ സ്റ്റോക്കും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പും മസാലപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി പുരട്ടണം. ഇതിൽ നിന്നും 3 ടീസ്പൂൺ അരപ്പെടുത്ത് മാറ്റിവെക്കാം. ഇത് നമുക്ക് പിന്നീട് വേണ്ടി വരും. ഇത് 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഈ പാനിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഇതിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്കാവണം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുക്കാകുന്ന സമയം കൊണ്ട് ഒരു സോസ് തയ്യാറാക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഓയിൽ ചേർത്താലും മതി. 1/4 കപ്പ് ടൊമാറ്റോ സോസും നമ്മൾ മാറ്റിവെച്ച അരപ്പിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. 5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നാരങ്ങാനീരും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ചില്ലി ഫ്ലേക്സൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ പെരി പെരി സോസ് റെഡിയായി. ഇനി നമുക്ക് മന്തിക്കുള്ള അരി ഒന്ന് കുതിർത്തി വെക്കാം. സെല്ല ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം കുതിരാനായി വെക്കണം. 1/2 മണിക്കൂർ നമുക്കിത് കുതിർത്തിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി നമുക്കിതിൽ ഈ സോസ് പുരട്ടി കൊടുക്കാം. ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇത് ഒന്നുകൂടി ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം.
റൈസ് വേവിക്കാനായി കുറച്ച് വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇടാം. റൈസ് വേവുന്ന സമയം കൊണ്ട് ചിക്കൻ കുക്ക് ചെയ്ത ഓയിലിലേക്ക് ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ചേർക്കാം. നമ്മൾ മാറ്റിവെച്ച മസാല 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 പീസ് പട്ട, 1 ചിക്കൻ സ്റ്റോക്ക്, 1/4 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 2 ഡ്രൈ ലെമൺ, 5 ഗ്രാമ്പൂ, 8 ഏലക്ക ഇത്രയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓയിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ നിന്നും പകുതി ഗ്രേവി മാറ്റിവെക്കാം. ഇത് നമുക്ക് റൈസിൽ ചേർക്കാനാണ്. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി ഈ ഗ്രേവിയിലേക്ക് ഈ റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവി ഇതിന് മുകളിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള റൈസ് കൂടി ഇടാം. ബാക്കിയുള്ള ഗ്രേവി കൂടി ചേർക്കാം. ഇനി 5 പച്ചമുളക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ ഇതിന് മുകളിലേക്ക് വെക്കാം. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്യണം. ഈ കനലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ പീസ് മാറ്റാം. ഇനി റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് നല്ല സോഫ്റ്റായി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണിത്. ഇതിലെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്